ഹലോ, ഈ ബാഗൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? നമ്മൾ ഗ്രാനി സ്ക്വയർ വെച്ച് ചെയ്യുന്ന ബാഗാണ് ഇത്. ഈ പാറ്റേൺ ഭയങ്കര എളുപ്പമാണ്. അത്യാവശ്യം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഏകദേശം സ്റ്റിച്ചസ് ഒക്കെ അറിയാവുന്നവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രാനി സ്ക്വയർ ബാഗാണ് ഇത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബാഗ് നമുക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരു 3mm ഹുക്ക് എടുക്കുന്നുണ്ട്, കട്ടർ എടുക്കുന്നുണ്ട്, 2 ഷെയ്ഡിലുള്ള യാൺ എടുക്കുന്നുണ്ട്. ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാവേ. മാജിക് സർക്കിൾ ചെയ്തതിന് ശേഷം നമുക്ക് 3 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ചെയിൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ഒരു ചെയിൻ ആഡ് ചെയ്തിട്ടുണ്ടായില്ലേ നമ്മൾ 3 എണ്ണം, അത് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് ചെയിൻ 3 ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. 3 DC ചെയ്ത് കൊടുക്കുക, 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇത് നമ്മളൊരു 4 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മളൊരു DCയുടെ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയിൻ 3യും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഗ്രാനി സ്ക്വയറിനെ പേടിക്കുന്ന എല്ലാവർക്കും നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. കാര്യം ഗ്രാനി സ്ക്വയറിന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കുറച്ച് ടെൻഷനാണ്, പാടായിരിക്കുമോ എന്നുള്ളത്. പക്ഷേ നമുക്ക് സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് അവസ്ഥ. നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ യാണ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ. ചെയിൻ 3 ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ 3 ചെയിൻ ഉണ്ടായിരുന്നല്ലോ, അതിലത്തെ അവസാനത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം കളർ യാണിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കളർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എഫക്റ്റിൽ ബാഗ് കിടക്കും. നല്ല പല കളേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓരോ സ്റ്റേജിൽ പല കളേഴ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഷെയ്ഡ് മാറ്റാതെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കോർണറുകളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോർണർ ചെയ്യാനായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മളെടുത്ത കളറിൽ ഞാൻ ആഡ് ചെയ്ത് ചെയിൻ 3 ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ 3 DC എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെയിൻ 1 ആഡ് ചെയ്യുക. വീണ്ടും 3 DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഈ കോർണറിൽ ഇതാണ് ചെയ്യുന്നത് കേട്ടോ. 3 DC, ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 3 DC ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കോർണറിലോട്ട് പോകാവേ. അടുത്ത കോർണറിലും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ, മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ. അപ്പം 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്, ചെയിൻ 1 ചെയ്യുന്നുണ്ട്, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ കോർണറുകളിലെല്ലാം ഈ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ കോർണറിലും ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ 2 കോർണറും കൂടി ഇനി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര രസമുള്ള ബാഗാണ്. ഇപ്പം ഞാൻ ചെയ്ത ഫോമാറ്റിലല്ലാതെ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ ഈ ബാഗ് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു സ്ക്വയർ ടോട്ട് ബാഗാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് വേണ്ട ഒരു ട്രയാങ്കിൾ കൈൻഡ് ഓഫ് ഒരെണ്ണം ഉണ്ടല്ലോ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതേ പാറ്റേണിൽ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രാനി സ്ക്വയർ പാറ്റേണും കൂടിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഗ്രാനി സ്ക്വയർ ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ ഗ്രാനി സ്ക്വയർ ഭയങ്കര ടഫാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ പാറ്റേൺസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ഈ പാറ്റേൺ ആണ്. കാര്യം വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചസ് മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ അവസാനത്തെ കോർണറും കൂടി ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. കാര്യം സെയിം പാറ്റേൺ ആണ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്രൂ ഔട്ട് അതേ തന്നെ പാറ്റേൺ ആണ് ഇങ്ങനെ. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും നമുക്ക് ബാഗിന്. നല്ല കളേഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നല്ല ഭംഗിയിൽ വൈബ്രൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ബാഗ് കിട്ടും. എൻ്റെ കയ്യിലിപ്പോൾ ഈ 2 കളേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ രീതിക്കാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് ആഡ് ചെയ്യാം. ഈ റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് നമുക്ക് രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന കോർണേഴ്സ് ഉണ്ടല്ലോ, ആ 4 സ്ഥലത്തും അതുപോലെ തന്നെ കോർണറുകളിലുമാണ് നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനുള്ളത്. അടുത്ത റൗണ്ട് ഞാൻ പിങ്ക് യാണാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, DC 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ക്ലസ്റ്ററാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ.
നമ്മൾ നേരത്തെ ബ്ലാക്ക് വെച്ച് ചെയ്ത റൗണ്ടില്ലേ, ആ സെയിം റൗണ്ട് തന്നെയാണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കോർണറിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര റൗണ്ട് ചെയ്യുന്നോ അത്രയും ഇൻക്രീസിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും പാറ്റേൺസ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ബാഗിന് വേണ്ടിയിട്ട് ഞാൻ 19 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതായത് 19 പ്രാവശ്യം നമ്മൾ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സൈഡിൽ നമുക്ക് 19 ഇതുപോലത്തെ സ്റ്റിച്ചസ്, അതായത് കൈൻഡ് ഓഫ് ഒരു ഷെൽ കൈൻഡ് ഓഫ് ആയിരിക്കും ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ആ രീതിയിൽ നമുക്ക് കിട്ടും. ഷെൽ സ്റ്റിച്ചല്ല, പക്ഷെ ആ ഒരു രീതിയിൽ കിട്ടും. മീൻസ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കൗണ്ട് എന്ന് പറയുന്നത് അത്ര ഉണ്ടാവുമേ. ഇത് അത്യാവശ്യം നമുക്കൊരു 2 ദിവസമൊക്കെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു ബാഗാണ് കേട്ടോ. കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം നമുക്ക് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ബാഗ് പുറത്തോട്ട് പോകണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഈ ബാഗ് യൂസ് ചെയ്യാം. ഒരുപാട് ബൾക്കായിട്ടുള്ള സാധനങ്ങളെന്നല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് ഒരു ടോട്ട് ബാഗിൽ എന്തൊക്കെ കൊള്ളുമോ ആ രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് പല കളറിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു എന്താ പറയുക, ഇൻഡോ വെസ്റ്റേൺ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല എന്താ പറയുക, ഒരു ക്രോപ്പ് ടോപ്പും ഒരു ലോങ് സ്കേർട്ടൊക്കെ ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു ബാഗും ജുംക്കയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. സെയിം പാറ്റേൺ തന്നെയാണ്, അതാണ് ഞാൻ കൂടുതലും പറയാത്തത് കേട്ടോ. സെയിം അതേ പാറ്റേൺ ആണ് കോർണറിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിതൊരു 2 ദിവസം എടുത്തു ഫിനിഷ് ചെയ്യാനായിട്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി വേറെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് 2 ദിവസം എടുത്തത് കേട്ടോ. പക്ഷേ ത്രൂ ഔട്ട് ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നൊരു ബാഗാണ് ഇത്. അത്യാവശ്യം നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൂടിയിട്ടാണ് കേട്ടോ. ക്രോഷയുടെ എല്ലാ പ്രോജക്റ്റും നമുക്ക് ഇതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയാണ്. നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ്. എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ നമുക്ക് സെറ്റായി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗും കൂടിയാണ് ഇത്. നമ്മൾ ചൂസ് ചെയ്യുന്ന കളേഴ്സൊക്കെ നൈസാണെങ്കിൽ നമുക്ക് ഒരുമാതിരി എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഈ ബാഗ് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് അവസാനത്തെ കോർണറും ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ അവസാനത്തെ കോർണർ വരുന്നത്. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ, നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ബാഗോ മറ്റു ക്രോഷ്യ പ്രോഡക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ പറയണേ. ഇനി ഇതുപോലത്തെയൊക്കെ ബാഗ് ചെയ്യാൻ പറ്റുന്ന നല്ല കളർ കോമ്പിനേഷൻസും കൂടി പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയായിരിക്കും നമുക്ക് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ബാക്കിയൊന്ന് യാൺസൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലത്തെ കോർണറിലാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാൻ ഈ കാണിച്ചു തരുന്ന കോർണറുകളിലൊക്കെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളത്. സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇതാണിത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. ഞാനിത് 19 റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ഫിനിഷ് ചെയ്ത് വെച്ച ഒരു സൈഡാണ്. ഇതുപോലെയാണ് നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം ഞാൻ ആ കൈ കൊണ്ട് തൊട്ട് കാണിച്ച ആ റൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് പോർഷൻസ് ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഗ്യാപ്പ് കണ്ടോ, ഓരോ പെറ്റൽസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ, ഈ ഗ്യാപ്പുകളിലാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന പോലത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലാണ് നമുക്കിനി ഓരോ പെറ്റൽസ് പോലെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഒരു റൗണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മുകളിലിപ്പം 3 പെറ്റൽസ് ഉണ്ട്, പിങ്ക്. ബ്ലാക്ക് 2 പെറ്റൽസ് ഉണ്ട്, അതിന് താഴെയുള്ള പിങ്ക് 1 പെറ്റലുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇൻക്രീസിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 19 റൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 19 റൗണ്ട് ചെയ്യുമ്പോൾ 19ാമത്തെ ലെയറിൽ ഇതുപോലെ 19 പെറ്റൽസ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരു റൗണ്ടും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നോക്കിയാൽ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും. വേറെ ഇൻക്രീസിങ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കോർണേഴ്സ് ഉണ്ടോ, ഈ ഒരു കോർണറുകളിലാണ് നമുക്കിനി മൊത്തത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ളത്. സെയിം പാറ്റേൺ ഇതേ രീതിയിൽ ഫോളോ ചെയ്താൽ മതി. കോർണറുകളിൽ മാത്രം നമുക്ക് 3 DC ഒരുമിച്ച് ചെയ്യുക, ഒരു ചെയിൻ ചെയ്യുക, വീണ്ടും 3 DC ചെയ്യുക. ബാക്കി എല്ലാ സ്പേസിലും ഓരോ
DC ക്ലസ്റ്റർ, അതായത് 3 DC വരുന്ന ക്ലസ്റ്റേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പാർട്ടും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോവും. അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ചീത്തവശവും ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഏത് രീതിയിൽ വേണമെന്ന് വെച്ചാൽ സെയിം അളവാണ് എല്ലാ സൈഡിലും. 19 കൗണ്ട് ഉണ്ടാവും. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 19 ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ ചെറിയ ബാഗ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കൗണ്ട് കുറച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കോർണർ ടു കോർണർ വെച്ചിട്ട് ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മൊത്തത്തിൽ സിംഗിൾ ക്രോഷയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 3 വശത്തും നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്ത് കൊടുത്ത് രണ്ട് പാർട്സ് ഉണ്ടായിരുന്നല്ലോ, ആ 2 പാർട്സും നമ്മൾ സെക്യൂർ ചെയ്യാണ് കേട്ടോ. ഇതുപോലെ ബാഗിൻ്റെ 2 പാർട്സിലും 2 ചെയിനിലും കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വലിച്ചെടുക്കണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 പാർട്ടിൻ്റെയും കൂടി ഒരുമിച്ച് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ത്രൂ ഔട്ട് നമുക്ക് മൊത്തത്തിൽ സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാവേ. ഇത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ മീൻസ് ഈ സ്റ്റിച്ച് കാണാനായിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇതെങ്ങനെ നമ്മളിങ്ങനെ കളർ ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഇതിങ്ങനെ വന്നു എന്നുള്ളൊരു സാധനം കൺഫ്യൂഷൻസ് ഉണ്ടാകും. പക്ഷേ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഗ്യാപ്പുകളിൽ നമ്മൾ ചെയ്തിട്ട് കിട്ടുന്ന ഗ്യാപ്പുകളിലെല്ലാം 3 DC ക്ലസ്റ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. കോർണറിൽ 3 DC, ഒരു ചെയിൻ, വീണ്ടും 3 DC. ഇതേ ഫോമാറ്റാണ് നമ്മൾ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതുപോലെ സ്റ്റിച്ച് ഇൻക്രീസ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് എത്ര റൗണ്ട് വേണോ അത്രയും റൗണ്ട് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് വരൽ കുറവായിരിക്കും. കാര്യം ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാനി സ്ക്വയറാണിത്. അത് ഞാനിതുപോലെ 2 സൈഡും കൂടി ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ സിംഗിൾ ക്രോഷയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഹാഫ് DC ചെയ്ത് കൊടുക്കാം, ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ച് വെച്ചിട്ട് നിങ്ങൾക്കിത് സൈഡ് ശരിയാക്കി എടുക്കാം കേട്ടോ. മൂന്ന് വശവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഞാനപ്പോൾ 3 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഹാൻഡിൽ അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് കൗണ്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 6 ഇതുപോലത്തെ ഒരു സ്റ്റിച്ച് 6 എണ്ണമാണ്. ഇത് നമുക്ക് എന്താ പറയുക, ഒരു ഷെല്ലെന്നുള്ള രീതിയിൽ പറയാം, അല്ലെങ്കിൽ പെറ്റൽ എന്ന് പറയാം. 6 പെറ്റൽസാണ് ഞാൻ കൗണ്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ അതുപോലെ തന്നെ 6 പെറ്റൽസ് കൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാം. അത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടായില്ലേ സിംഗിൾ ക്രോഷ് ചെയ്തത്. ഇതുവരെ നമ്മൾ 2 പാർട്ടിലല്ലായിരുന്നോ ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഒരെണ്ണത്തിൽ ചെയ്യാം. നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ വെച്ച ആ ഒരു സ്പേസില്ലേ, അതുവരെ നമുക്ക് ഇതുപോലെ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കത് പയ്യെ ഊരിയെടുത്തിട്ട് ആ ഒരു ചെയിനിലും കൂടി ഇതുപോലെ ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി എത്ര ലെങ്ത്ത് ഹാൻഡിലിന് വേണോ, അതായത് നമ്മൾ ബാഗ് തൂക്കിയിടുമ്പോൾ എത്ര ലെങ്ത്ത് വേണോ അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 17.5 അത്രയും ഒരു ലെങ്ത്താണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മെഷർ ചെയ്ത് കാണിക്കാവേ. ഇപ്പോൾ ഒരു 17.5 അപ്രോക്സിമേറ്റ്ലി ഒരു 18 അടുത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും മതി. നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ ലെങ്ത്ത് കൂട്ടിയെടുക്കാം, കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറവെടുക്കാവേ. നമുക്ക് അടുത്ത സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഇതവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യണം. അടുത്ത സൈഡിൽ ചെല്ലുമ്പോൾ ഇതുപോലെ സ്റ്റിച്ച് മാർക്കർ എടുക്കുക. അവിടെ വരെ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. മുകളിലോട്ട് ഇതേ അളവിൽ തന്നെ ചെയിൻസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര ചെയിനാണോ വേണ്ടത് നമ്മൾ ആദ്യം ചെയ്ത അതേ ചെയിൻ്റെ അളവിൽ മുകളിലോട്ടും നമ്മൾ ചെയിൻസ് എടുത്ത് കൊടുക്കുക. ഇപ്പുറത്ത് നമ്മൾ നിർത്തിയ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ വരെ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. 4 വശത്തും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണേ. ഞാനിപ്പോൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരു റൗണ്ട് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങിയില്ലേ, അവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത്. വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഹാൻഡിലിന് എത്ര കണ്ട് വിട്ട് വേണോ അത്രയും നമുക്ക് ഇതുപോലത്തെ റൗണ്ട് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് നല്ല വിട്ടിൽ ഹാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3, 4, 5 റൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് അത്ര വിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 റൗണ്ട് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓരോ ചെയിനിലും നമ്മൾ സിംഗിൾ ക്രോഷ്യ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു നമ്മുടെ ബാഗിൻ്റെ ഹാൻഡിൽ വരുന്നില്ലേ, അവിടെ വരെ നമ്മൾ ഇതുപോലെ സിംഗിൾ ക്രോഷ്യ ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കിനി ഹാഫ് ഡി സി ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഹാഫ് ഡി സി ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു ഹാഫ് ഡി സിയുടെ റൗണ്ടും പിന്നെ 2 വട്ടം സിംഗിൾ ക്രോഷ്യയുടെ റൗണ്ടുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ എൻ്റെ ബാഗിൻ്റെ ഹാൻഡിലെന്ന് പറയുന്നത് ഒരു ചെയിനും ഒരു ഹാഫ് ഡി സി 2 സിംഗിൾ ക്രോഷ്യയുടെ റൗണ്ടും കൂടിയുണ്ട്. ഇത്രയുമാണ് എൻ്റെ ബാഗിൻ്റെ ഹാൻഡിലായിട്ടുള്ളത്. അത് മൊത്തത്തിൽ ഞാൻ കാണിക്കുന്നില്ലേ. അപ്പോൾ ഫുള്ള് നമുക്ക് എല്ലാ സൈഡിലും ഇതേ സെയിം പാറ്റേൺ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതാണ് ഞാനിവിടെ കൃത്യമായിട്ട് കാണിക്കുന്ന. ബാഗിൽ ത്രൂ ഔട്ട് നിങ്ങൾ ഈ സെയിം പാറ്റേൺ തന്നെ ചെയ്തെടുക്കണം. ഹാഫ് ഡി സിയുടെ ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ സിംഗിൾ ക്രോഷ്യയുടെ 2 റൗണ്ടും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാഗിന് കുറച്ചും കൂടി സ്ട്രെങ്ത്ത് കിട്ടും. അതായത് വള്ളിക്ക് ബാഗിൻ്റെ ഹാൻഡിലിന് കുറച്ചും കൂടി സ്ട്രെങ്ത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു ബോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്